ലോകത്തെ ഏറ്റവും വിലയേറിയ ലോഹമാണ് സ്വർണം. വിപണികളിൽ സ്വർണ്ണവില ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിദത്തമായ സ്വർണം ലഭിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. അത്തരമൊരു സ്ഥലമുണ്ട് ഇന്ത്യയിലും. ശുദ്ധമായ സ്വർണം കടത്തുന്ന ഒരു നദി, സ്വർണ്ണ നദി എന്നറിയപ്പെടുന്ന സുബർണ നദിയാണത്. 474 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ നദിയെ സ്വർണ്ണക്കലവറ എന്നാണ് വിളിക്കുന്നത്. പലപ്പോഴും ഈ നദിയിൽ ശുദ്ധമായ സ്വർണം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതറിഞ്ഞ് നിരവധി പേരാണ് ഇവിടെ സ്വർണം തിരഞ്ഞു വരുന്നത്. എന്നാൽ ഈ സ്വർണം എവിടെ നിന്ന് വരുന്നു എന്നതിന് വ്യക്തതയില്ല. നദി ഉത്ഭവിക്കുന്ന പർവ്വത പ്രദേശങ്ങളാണ് ഇതിന് കാരണമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. എന്നാൽ നദിയിലെ സ്വർണത്തിന്റെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സുബർണ രേഖ എന്നും ഈ നദി വ്യാപകമായി അറിയപ്പെടുന്നുണ്ട്. റാഞ്ചിക്ക് സമീപമുള്ള പിക്സ് എന്ന ഗ്രാമത്തിൽ നിന്നാണ് സുവർണ രേഖയുടെ ഉത്ഭവം. ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സുബർണ രേഖയാണ്. ബംഗാൾ ഉൾക്കടലാണ് സ്വർണ്ണരേഖയുടെ ലക്ഷ്യസ്ഥാനം. മൺസൂൺ സീസൺ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ നാട്ടുകാർക്കും ഗോത്രവർഗക്കാർക്കും മികച്ച തൊഴിലവസരമാണ് ഈ സ്വർണ്ണ സംസ്കരണത്തിലൂടെ ലഭിക്കുന്നത്. ചെറിയ സ്വർണ്ണ കണികകൾ ആയിട്ടാണ് സ്വർണം ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. നദിയുടെ അടിത്തട്ടിൽ അരിപ്പകൾ ഉപയോഗിച്ച് മണൽ അരിച്ചെടുക്കുന്ന രീതിയാണ് ഇവിടെ പൊതുവെ കണ്ടുവരുന്നത്. സുബർണ രേഖ നദി മാത്രമല്ല, പോഷക നദിയായ ഗർഗാരി നദിയുടെ മണലിലും സ്വർണ്ണ കണികകൾ കാണാം.